ഹലോ, നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ള മീൻ കിളിമീനാണ് കേട്ടോ. സാധാരണ ഇവിടെ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചെടുത്തിട്ട് പൊരിക്കുകയും ചെയ്യും, കുറച്ചെടുത്ത് കറി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കി മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന ചീരയാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് തോരൻ വെച്ചെടുക്കണം. എനിക്ക് സാധാരണ ഇലകളിൽ മുരിങ്ങയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പക്ഷേ ഇന്ന് നമുക്ക് ചീരയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മുരിങ്ങയിൽ പിന്നെ എത്ര കഴിച്ചാലും മതിയാവില്ല. നാട്ടിൽ പോകണം അതൊക്കെ ഇഷ്ടത്തിനെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്ന് കൊതിവിട്ടിട്ട് കാര്യമല്ലല്ലോ. അപ്പം മീനൊക്കെ ഞാൻ വറുക്കാൻ വേണ്ടി ചട്ടിയിലിട്ട് കൊടുത്ത് അതിനങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരേനെ ഒന്ന് ചീരത്തോരനാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് കറിവേപ്പും കടുകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കറിയായിട്ട് മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് തേങ്ങയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ആവിയൊക്കെ കയറി ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചീരത്തോരൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലൊക്കെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഒരു തവണ മീൻകറീൻ്റെ റെസിപ്പി വീഡിയോസ് ആയിട്ട് ഇട്ടതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇടാത്തത്. അപ്പോൾ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരു മീൻകറീൻ്റെ അരപ്പ് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.